ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾ ഇഷ്യൂ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മധ്യവയസ്കയായ എന്നെപ്പോലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് ഹെയർ ഫോൾ ഇഷ്യൂ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവുക എന്ന് പറയുന്നത്. അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഭൃംഗരാജ് എന്ന് പറയുന്ന, അതായത് കയ്യോന്നി, കഞ്ഞണ്ണ, കയ്യൂന്നി എന്നൊക്കെ ലോക്കൽ നെയിമിൽ അല്ലെങ്കിൽ കൊളോക്കിയൽ നെയിമിൽ അറിയപ്പെടുന്ന ഭൃംഗരാജ് കൊണ്ട് എങ്ങനെ ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭൃംഗരാജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ എണ്ണ ഒരു ലോങ് പ്രോസസ്സാണ്. 3 ദിവസം കൊണ്ട് കാച്ചി കുറുക്കി എടുത്തിട്ടാണ് ഭൃംഗരാജ് കൊണ്ടുള്ള ഈ ഹെയർ ഓയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ട് ഭൃംഗരാജിൻ്റെ കൂടെ തന്നെ മറ്റു പദാർത്ഥങ്ങളായ കൂവാങ്കുരുന്തൽ, കച്ചൂർക്ക, കറ്റാർവാഴ, ചെമ്പരത്തിയുടെ ഇലയും പൂവും, അതോടൊപ്പം തന്നെ പനിക്കൂർക്ക, ഇവയൊക്കെ ചേർത്തുകൊണ്ടാണ് ഭൃംഗരാജ് കൊണ്ട് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എണ്ണയെക്കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യമായി പറയുന്നത്, അല്ലെങ്കിൽ ഞാനിത് കേൾക്കുന്നത് എൻ്റെ ചെറിയമ്മയിൽ നിന്നാണ്, എൻ്റെ ആൻറ്റിയിൽ നിന്ന്. എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ ചെറിയമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തൊടികളിലും പറമ്പുകളിലൊക്കെ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഭൃംഗരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആൻറ്റി ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഈ ഭൃംഗരാജ് പറിച്ചുകൊണ്ട് പോയിട്ട് എണ്ണ ഉണ്ടാക്കി തലയിൽ തേച്ച് കുളിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനും ഭൃംഗരാജ് കൊണ്ട് എണ്ണ ഉണ്ടാക്കി തലയിൽ തേച്ച് കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള ഹെയർ ഫോൾ ഇഷ്യൂസ് ഒന്നുമില്ല. വല്ലപ്പോഴൊക്കെ മുടിയൊന്ന് പൊട്ടിപ്പോകുന്നല്ലാതെ അങ്ങനെ ഹെയർ ഫോൾ ഇഷ്യൂ ആയിട്ട് എനിക്കില്ല. പക്ഷേ എനിക്കറിയാം ഹെയർ ഫോൾ ഇഷ്യൂ മറ്റു പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഹെയർ ഫോൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ, വളരെ സീരിയസ് ആയിട്ടുള്ള ഹെയർ ഫോൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഒരു എണ്ണ തേച്ചിട്ടും ഹെയർ ഫോൾ മുടി കൊഴിച്ചിൽ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. അതുമല്ലെങ്കിൽ ആയുർവേദത്തിൽ പരിഹാരം നേടേണ്ടതാണ്. പക്ഷേ ചെറിയ ചില ഹെയർ ഫോൾ ഇഷ്യൂസ്, അല്ലെങ്കിൽ മുടിയുടെ ടെക്സ്ചർ നന്നാവാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഭൃംഗരാജ് കൊണ്ടുള്ള എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാരണം ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന മുടി കേശസമൃദ്ധിക്ക് പറഞ്ഞിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒന്നാണ് ഭൃംഗരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൃംഗരാജ് കൊണ്ട് എങ്ങനെയാണ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ തയ്യാറാക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് എൻ്റെ വീടിന് പുറകിലുള്ള ഒരു ഒറ്റപ്പെട്ട പറമ്പാണ്. ഈ പറമ്പിൽ നിന്നാണ് ഭൃംഗരാജ് പറിച്ചെടുത്തത്. തയ്യാറാക്കാൻ വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഭൃംഗരാജ്. ഈ ഭൃംഗരാജാണ് നേരത്തെ തൊടിയിൽ നിന്ന് നമ്മൾ പറിച്ചത്. ഭൃംഗരാജിൻ്റെ കൂടെ തന്നെ വേണ്ടതാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവും, കച്ചൂർക്കായി ഉണക്കി പൊടിച്ചിട്ടാണ് വേണ്ടത്. ഇതാണ് കച്ചൂർക്കായി. കൂവാങ്കുരുന്തലും കച്ചൂർക്കായും ഞാൻ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് രണ്ടും ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ വേണ്ടതാണ് കറ്റാർവാഴ, പനിക്കൂർക്ക. ഇത്രയും വസ്തുക്കളാണ് എണ്ണ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ശേഖരിച്ച ഔഷധ സസ്യങ്ങൾ കഴുകി വൃത്തിയാക്കി ഇടിച്ച് നീരെടുക്കേണ്ടതാണ്. വേരും ഉൾപ്പെടുത്തണം, എങ്കിൽ മാത്രമേ ഗുണമുള്ളൂ. എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയെ എന്നെ സഹായിക്കുന്നുണ്ട്. ചെടികളൊക്കെ മുറിച്ചിട്ട് തരുന്നതും നീരെടുക്കുന്നതും ഒക്കെ അമ്മയാണ്. മിക്സിയിൽ നമുക്ക് നീരെടുക്കാം, അതാണ് എളുപ്പവഴി. ചെടികളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചിട്ട് നീരെടുക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. കച്ചൂർക്കായി പൊടിക്കാൻ പോവുകയാണ്. അതിന് മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചാൽ മതി, അതാണ് എളുപ്പം. കച്ചൂർക്ക ഒഴികെയുള്ള എല്ലാ ഔഷധ സസ്യങ്ങളുടെയും നീരെടുക്കണം. നീരെടുക്കുമ്പോൾ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് വേണം അതെടുക്കാൻ. അതിൻ്റെ വേസ്റ്റ് കലരാൻ പാടില്ല. 1 ലിറ്റർ വെളിച്ചെണ്ണയും നേരത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ച ഔഷധ സസ്യങ്ങളുടെ നീരും ചേർത്താണ് എണ്ണ തയ്യാറാക്കുക. അതിനാദ്യമായി ചെടികളുടെ നീര് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. എണ്ണ തയ്യാറാക്കാൻ ഓട്ടുരുളി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
ഈ നീരെടുക്കുന്ന പ്രോസസ്സ് 3 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കേണ്ടത്. ഇത് ആദ്യത്തെ ദിവസമാണ്. നേരത്തെ എടുത്തു വെച്ച ചെടിയുടെ നീര് 1/3 കുറുകി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. നീര് തിളപ്പിക്കുമ്പോൾ പതച്ചു മറിയാതെ സൂക്ഷിക്കണം. തിളച്ചു മറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം നഷ്ടമാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഔഷധ സസ്യങ്ങളുടെ നീര് 1/3 കുറുകിയിട്ടുണ്ട്. ആ നീര് വീണ്ടും അടുപ്പത്ത് വെച്ച് ഒരല്പസമയം തിളപ്പിക്കുക. കാച്ചി കുറുക്കിയ നീരിലേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഇളക്കുക. ഈ പൊന്തി വരുന്ന കുമിളകൾ പൂർണ്ണമായും നിലച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുമായിട്ട് മിശ്രിതം ചേർന്നു എന്ന് മനസ്സിലാക്കാം. കച്ചൂർക്കായുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ നന്നായി ഇളക്കുക. തിളച്ചു കഴിഞ്ഞ വെളിച്ചെണ്ണയിലേക്ക് 2 കുരുമുളക് വള്ളിയുടെ ഇല കൂടി ചേർക്കേണ്ടതാണ്. കുരുമുളക് ചെടിയുടെ ഇല എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ്. അങ്ങനെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എണ്ണ പാകമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി എണ്ണ ഇറക്കി വെക്കാവുന്നതാണ്. കാച്ചി വെച്ച എണ്ണ കുപ്പിയിലാക്കുകയാണ്. 500 ml 2 കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ആ 2 കുപ്പിയിലേക്ക് 2 കർപ്പൂരത്തിൻ്റെ കഷ്ണങ്ങൾ ചേർക്കേണ്ടതാണ്. ഈ കർപ്പൂരം ചേർത്ത കുപ്പിയിലേക്കാണ് എണ്ണ ഒഴിക്കേണ്ടത്. ഹെയർ ഓയിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് തലയിൽ പുരട്ടാം. ഈ എണ്ണ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. മുടികൊഴിച്ചിലിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയാണ്. മാത്രവുമല്ല, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ.